ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമായിരിക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കാരമൽ പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കണം. പിന്നെ മുന്തിരി ചേർത്ത് കൊടുക്കണില്ല. മുന്തിരി കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ മുന്തിരി വേണ്ടാന്ന് വെച്ചോ. അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ആയിട്ടുണ്ട്. നമുക്കത് കോരി എടുത്തിട്ട് അതിലേക്ക് തന്നെ പിന്നെ സേമിയ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. സേമിയ വറുത്തതാണ്, എന്നാലും ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഒരു 1/2 കിലോ സേമിയ ഉണ്ടാവും, അതും കൂടെ വറുത്തെടുത്തിട്ട് പിന്നെ നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ, ഒരു വീഡിയോയിൽ, മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പിന്നെ കാരമൽ പായസം ഉണ്ടാക്കണമെന്ന്. പിന്നെ അതിൻ്റെ ശേഷം വീടിൻ്റെ വീഡിയോ ഇട്ടു, പിന്നെ അടുപ്പിൻ്റെ വീഡിയോ ഇട്ടു. അതൊക്കെ ഇട്ടപ്പോൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സേമിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഉരുളിച്ചട്ടി മൺചട്ടി. അതിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി ഉണ്ടാക്കിയ ആ ഒരു രസം നല്ലൊരു രസം തന്നെയാണ്. നമ്മൾ ഇത് കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ടായി കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ പറയുന്നുണ്ട് നല്ല രസമുണ്ടെന്ന്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമൽ ചെയ്തെടുക്കട്ടെ. പിന്നെ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ഗ്യാസുമ്മലല്ല, വിറകടുപ്പുമ്മലാവുമ്പോൾ നമുക്ക് വേഗം തീ കുറച്ച് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലെങ്കിൽ കാരമൽ പായസം ആകുമ്പോൾ പഞ്ചസാര കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രസം കിട്ടൂല അതിന്. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പുമ്പോൾ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ അടി പിടിച്ച് കരിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രസം കിട്ടൂല. അപ്പോൾ മിൽക്ക് മെയ്ഡ് കുറച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ട് അടുപ്പ് എവിടുന്ന വാങ്ങിയത് ഒക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഓരോരുത്തർ കമൻറ്റിൽ വന്ന് ചോദിക്കുന്നുണ്ട്. അവർ മുഴുവൻ കാണാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ പിന്നെ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടിപ്പാലാണ് കൊടുത്തിട്ടുള്ളത്, പാക്കറ്റ് പാലല്ല, പെട്ടിപ്പാലുണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള പാലാണല്ലോ അത് കൊടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുപ്പമ്മക്ക് വെച്ചിട്ട് പഞ്ചസാരയും പാലും ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക. പഞ്ചസാര പിന്നെ കാരമൽ ചെയ്തത് കുറച്ച് കട്ടിയായി ഇങ്ങനെ വരുന്നതിന് അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അപ്പം അങ്ങനെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ പാല് നമ്മൾ ഒഴിച്ച് കൊടുത്തു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സൗണ്ട് കൊടുക്കാനൊക്കെ കുറച്ച് മടിയാണ്. ജലദോഷവും അലർജി തുമ്പലും എല്ലാം കൂടെ ആയിട്ട് കജനില്ല. എങ്ങനെയെങ്കിലൊക്കെ അത് കൊടുത്തിടട്ടെ വിചാരിച്ചിട്ട് നാളെ വിടണം എന്നൊക്കെ വിചാരിച്ചിട്ട് തലേ ദിവസം നമ്മൾ വോയിസ് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ പാലും പിന്നെ എല്ലാം ചേർത്തതിന് ശേഷം പിന്നെ അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം. ഇനി നമുക്ക് നമ്മളെ സേമിയ ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തളിച്ചിട്ട് പിന്നെ അടുപ്പിൽ നിന്ന് എടുത്തേക്കുക. കാരമൽ പായസം ഉണ്ടാക്കാൻ എളുപ്പമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. പിന്നെ ഇതിക്ക് സാബൂനരി ഇട്ട് കൊടുക്കണില്ല, സേമിയ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ അടുപ്പ് എവിടുന്നാണ് വാങ്ങിയത്, എത്ര വില എന്നൊക്കെ പിന്നെയും ചോദിച്ചിരുന്ന കൂട്ടുകാരോട്. പിന്നെ എന്താണ് അന്നത്തെ വില കുറേ ദിവസം മുന്നേ വാങ്ങിയതാണ് ഞാൻ പറയണില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വില എത്രയെന്ന് അത്ര പിന്നെ ഉറപ്പിൽ എനിക്ക് പറയാൻ വയ്യ. ഇനി ഞാൻ കടയിൽ കൊടുക്കുകയും പോവാണെന്ന് ഞാൻ ആ കടയിൽ കയറിയിട്ട് ചോദിച്ചു നോക്കിക്കൊണ്ട് അപ്പം ഞാനൊരു വീഡിയോയിൽ പറയണ്ട അതിൻ്റെ റേറ്റ് എത്രയെന്നുള്ളത്. അപ്പോൾ പിന്നെ എന്നാലും മൺചട്ടികൾ എവിടുന്നാണ് വാങ്ങൽ? മൺചട്ടി എന്നാലും പുത്തനത്താണി ഉണ്ട് ഒരു കട, അത് ഇതേമാതിരി എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ അപ്പോൾ കാണുമ്പോൾ അങ്ങനെ വാങ്ങേണ്ടതാണ്. പിന്നെ ഇപ്പോൾ അടുത്തൊന്നും വാങ്ങിയ ചട്ടികളോ പാത്രങ്ങളോ ഒന്നുമല്ല, നമ്മൾ മുന്നേ ഉള്ള പാത്രങ്ങൾ, അപ്പോൾ അടുത്തത്തെ പാത്രങ്ങളോ ഒന്നുമല്ല. അതിലിപ്പോൾ വാങ്ങിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ 2 സാസ്ത്രങ്ങളാണല്ലോ, അത് മാത്രമേ ഇപ്പം നമ്മൾ അടുത്ത വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ കാരമൽ പായസം ആയിട്ടുണ്ട്, നല്ലോണം തളിച്ചൊക്കെ വന്ന്. ഇനി അതിലേക്ക് ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തല്ലോ, ഏലക്കായ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ലേശം ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത് അടുപ്പുമ്പോൾ എടുത്ത് വെച്ചിട്ട് നല്ലോണം തളിച്ച് കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ മൺചട്ടി ആകുമ്പോൾ ആ ചട്ടീൻ്റെ ചൂടിൽ നിന്ന് ഇങ്ങനെ തളിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ പായസം ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മളെ പായസത്തേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടെടുത്ത് ഇനി നമ്മൾ കുറച്ച് എടുത്ത് കാണുന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ റിതുമോൻ ഇപ്പോൾ മദ്രസ ഇട്ട് വരും. മദ്രസക്ക് പോയിക്കണു. മദ്രസ ഇട്ട് വരുമ്പോൾ തന്നെ ഉണ്ടാക്കണം മെച്ചിയെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ നല്ല കുറുന്നലുണ്ട്, കട്ടിയൊക്കെ കൂടിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക ആവശ്യമുള്ളവർക്ക്. അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. കാരമൽ പായസം നല്ല രസമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ സാബുനേരി ഇട്ടത് വലിയ ഇഷ്ടമില്ല. പായസം ഉണ്ടാവും. അടിപൊളി അടിപൊളി. പായസം വെള്ളമൊക്കെ തിന്നിട്ടേ പോകുന്നു. വളർച്ച തിന്നിട്ട് പോവുള്ളൂ. ഈ ദോശ ചൂടണ ഒന്ന് ചുട്ടായി ഒന്നാ ഇത് തിന്നണില്ല. അത് കുടിച്ചാ മതിയാ. ഇത് തിന്നണില്ല. അപ്പൊ ഒന്ന് പറയാ തിന്നല്ല കുടിച്ച ചൂടുണ്ട്. ഇമ്മേ ചൂടാറിയിട്ട് അവന്റെ പോവും. ചൂടോടെ കൊണ്ടാ ചൂടുകൊണ്ട് കണ്ണിങ്ങനെ വെള്ളം. അപ്പൊ എന്തിനിങ്ങനെ ചൂടോടെ കുടിച്ചതിന്റെ ആവശ്യം? ഒന്ന് സമാധാനത്ത് കുടിച്ചോക്ക. എവിടേക്ക് പോവാനേ? സ്കൂൾ പോവാണ്ട. എന്നാലും ചൂടാറിയിട്ട് കുടിച്ചിട്ട് പോവാൻ നേരണ്ട്. കൊറേ നേരം നേരത്തെ പോവാ. നല്ല രസം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം രസമുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.